നമസ്തേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സ് തളരുമ്പോൾ. ചിതയിൽ നിന്ന് എണീറ്റ് പോകാം, എന്നാൽ ദുഷിച്ച ചിന്തയിൽ നിന്ന് എണീറ്റ് പോവുക വളരെ കഷ്ടമാണ്. ആ ചിന്തകൾ നമ്മളെ കൂടുതൽ ജീർണതയിലോട്ട് കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് മരണത്തിലേക്കും മറ്റൊന്ന് അമൃതിലേക്കും. മരണത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടുപെടേണ്ടതില്ല, അത് സ്വാഭാവികമായി സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അമൃതിലേക്ക്, പോസിറ്റീവിലേക്ക്, വിജയത്തിലേക്ക് എത്താൻ നമ്മളെപ്പോഴും കഠിനാധ്വാനിയാവുക തന്നെ വേണം. ആ ദുഷിച്ച ചിന്തകൾ നമ്മളെ കാർന്ന് തിന്ന് നമ്മളെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും പോസിറ്റീവായ ചിന്തകളും കാര്യങ്ങളുമായി മാത്രമേ മുന്നോട്ട് പോകാവൂ. അങ്ങനെയുള്ള സമ്പർക്കമേ നമുക്കുണ്ടാകാവൂ. അങ്ങനെയല്ല എങ്കിൽ ആ ദുഷിച്ച ചിന്തകൾ നമ്മളെ വളരെ ദയനീയമായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് നമുക്കൊപ്പമുള്ളവരെയും നമ്മളെ വിശ്വസിക്കുന്നവരെയും നമ്മൾ ദുരിതത്തിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദയവായി നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കണം. പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകണം. അങ്ങനെയുള്ള കൂട്ടുകളിൽ നമ്മൾ പെടണം. അങ്ങനെയുള്ള വായനകളും കേൾവികളും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള തലങ്ങളിലോട്ട് നമ്മൾ മാറിയാൽ വിജയം നമുക്കുറപ്പ്. അങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സ് തളരില്ല. മനസ്സ് ദുഷിച്ച ചിന്തയിലോട്ട് പോയിക്കഴിഞ്ഞാൽ അത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തും. അത് എന്താ പറയുക, അതൊരു വല്ലാത്ത ജീർണതയാണ്. ആ ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് മരിച്ച് ജീവിക്കുന്നതിന് തുല്യം. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.